അതായത് ഉത്കണ്ഠ, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമം വ്യക്തികളുണ്ടാക്കിയാകാം, ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യമാകാം, ന്യായമായി നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ തടഞ്ഞു വെച്ചതാകാം, അല്ലെങ്കിൽ നമുക്ക് തരേണ്ട ലീവ് തരാത്തതാകാം, അല്ലെങ്കിൽ നമുക്ക് തരേണ്ട ലോൺ തരാത്തതാകാം. ഇങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർ ചില സമയത്തൊക്കെ നമ്മളെ അവഗണിക്കുകയോ നമ്മുടെ കാര്യങ്ങൾ നടത്താതിരിക്കുമ്പോൾ ഉത്കണ്ഠ നമുക്കുണ്ടാകും. പക്ഷേ ഉത്കണ്ഠ എന്ന് പറയുന്ന വാക്ക് ബൈബിൾ പറയുന്ന വാക്കാണ് എന്താണ്? കർത്താവ് അടുത്തെത്തിയിരിക്കുന്ന. ദിസ് ഇസ് ദ പ്രസൻസ്. ഇതാണ് സംഭവം. അപ്പോൾ ഈ അടുത്തെത്തിയിരിക്കുന്ന കർത്താവിനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയണം. ഈ അറിഞ്ഞുകൊണ്ട് ആ കൃപയിൽ നിലനിൽക്കാനും വർദ്ധിക്കാനും വേണ്ടിയാണ് നമ്മുടെ ഗ്രേസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി, വരപ്രസാദത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ വേണ്ടി 35 മെറിറ്റാണെങ്കിൽ 65ലേക്ക് ഫില്ല് ചെയ്യുക, ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അവൻ പറയണ പോലെ ചെയ്യണത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെൻ്റെ അടുത്ത് വന്നു. നിങ്ങൾ ലോകം മുഴുവനും പോകുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, കർത്താവിനറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇതെല്ലാ ശുശ്രൂഷകളും ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് എന്താണ്? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. പിന്നെ ആരാണ് ചെയ്യണത്? പിന്നെ നമ്മളല്ല ചെയ്യണത്. അതാണ് 14:10. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക്, അതായത് പിന്നീട് നമ്മളായിരിക്കത്തില്ല ചെയ്യണത്. അതുകൊണ്ടാണ് ഇപ്പോൾ അതുൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങൾ അതുൽ ജോർജിന് അവസാനം 54 പോയിൻ്റാണ് എല്ലാം കൂടി കിട്ടിയത്. 7.5 ലക്ഷം അയച്ചു കൊടുത്തിട്ട് ഈ 54 പോയിൻ്റ് 100 പോയിൻ്റ് ആകാത്ത വിസ അവിടുന്ന് സെൻഡാകത്തില്ല. അപ്പോൾ എന്താ ചെയ്യണത്? പിന്നീട് ഉടനെ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടും. അവനെല്ലാ ശുശ്രൂഷകരിലേക്കും ലിങ്ക് ചെയ്യണേ. അമ്മയെ തന്നെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ആദ്യം ഓൺലൈൻ ഉടമ്പടി, പിന്നെ തീർത്ഥാടന ഉടമ്പടി, പിന്നെ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ്. ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വിശ്വാസമാണ്. കാര്യം എന്താണ്? 30 കൊല്ലത്തോളം കൃപാസനം നടത്തിയ, കടലിലും കരയിലും നടത്തിയ കോടിക്കണക്കിന് പ്രാർത്ഥനകളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും ആസ്തിയാണ് ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിൻ്റെ ബേസിൽ കിടക്കുന്നത്. അവിടെ നിങ്ങൾ ചുമ്മാ റിക്വസ്റ്റ് ചെയ്താൽ മതി. ഞങ്ങളറിയാതെ തന്നെ ദൈവം ഞങ്ങളിലൂടെ പ്രവർത്തിച്ച 30 കൊല്ലത്തെ കൃപകളിൽ നിന്ന്, പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതാണ് ലൈറ്റക്കാൻ്റെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യണത്? ലൈറ്റക്കാൻ്റെ റിക്വസ്റ്റോട് കൂടി ഞാൻ നോക്കുമ്പോൾ ഉടനെ 67 പോയിൻ്റായി. എവിടെ നിന്നൊന്നും അവനെ അറിയാൻ പാടില്ല. പിന്നെ നോക്കുമ്പോൾ 75ആയി. പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് 100ആയി. വിസ അവിടുന്ന് വന്നു. ഇത്രയും സ്പീഡാണ്. ഞങ്ങൾ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കുമോ ലൈറ്റക്കാൻ്റെ റിക്വസ്റ്റ്, അത് നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ റിക്വസ്റ്റ് ഇടുന്നതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക. നിങ്ങൾ ആദ്യം അത് ബേസിക് എന്താണെന്ന് ഞാൻ ആദ്യമേ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്ന് പറയണത് ഇവിടെ മധ്യസ്ഥ പ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല, മറിച്ച് 30 കൊല്ലം 1.5 ലക്ഷം ആൾക്കാരെ കൊണ്ടല്ലേ ജോമാര റാലി നടത്തുന്നത്. 2.5, 10, 20 കിലോമീറ്റർ അങ്ങനെ എത്ര വർഷമായി നടത്തുന്നതാണ്. ഇവിടെ തന്നെ 1 വർഷം മുഴുവനും രാത്രിയും പകലും ജപമാല നടന്ന സ്ഥലമാണ്. ഇങ്ങനെ മാറി മാറി ജപമാല ഗ്രൂപ്പുകൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയ സ്ഥലം. കടലിലും കരയിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതാണ്. അതിൻ്റെയൊക്കെ ഇങ്ങനെ ദൈവമായിട്ട് ജീവനെ പോലെ ദൈവത്തിൻ്റെ ഒക്കെ നിഴലുപറ്റി ഇങ്ങനെ നടന്നിട്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ പ്രത്യക്ഷൻ്റെ ഭാഗമായിട്ടല്ലേ നമുക്ക് പിന്നീട് ഉടമ്പടി തന്നത്. ഉടമ്പടി തന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ നിങ്ങളിവിടെ ഇരിക്കണത്. ഇത് ഒറ്റടിക്ക് സംഭവിച്ചല്ലോ, 36 കൊല്ലത്തിനുള്ളിൽ പ്രോസസ് ബൈ പ്രോസസ്സ് സംഭവിച്ചതാണ്. അപ്പം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലേ അനുഭവിക്കാത്ത ഒരു കാര്യവും പറഞ്ഞു തരുന്നിട്ടില്ല. അതായത് പുസ്തകം വായിച്ച ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ തൊട്ട, കണ്ട, കേട്ട ദൈവം അത് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരികയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഷാർപ്പായിട്ട് അതുപോലെ തന്നെ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭിഷേക രൂപങ്ങളായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. PCOD അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഇറക്കം അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ഉള്ളവർ, സിസ്റ്റുള്ളവർ, മൊത്തത്തിൽ കല്ലുള്ളവർക്ക് അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. കരളിന് അസുഖമുള്ളവർ നെഞ്ചിന് കൂടിൻ്റെ അവിടെ കൈവെക്കേണ്ടതാണ്.
ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർ ഇടതുവശത്ത് കൈവെക്കേണ്ടതാണ്. നെഞ്ചിൽ. സ്പോണ്ടിലോസിസ് തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കേണ്ടതാണ്. പിന്നെ കുറേ രീതിയിലുള്ള രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, വാതരോഗങ്ങൾ അവരെല്ലാവരും ശിരസിൽ കൈവെക്കേണ്ടതാണ്. മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് പ്രാർത്ഥിക്കുന്നത്. 10,000 മനുഷ്യരെടുത്ത ഉടമ്പടിയുടെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ കർത്താവേ, നിന്റെ തിരുമുറിവാർന്നും വലതുകരം മക്കളുടെ ശിരസിലേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപ്പ, പിതാവായ ദൈവമേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാരെ പോലെ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ, ഈ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവേ, ഇപ്പോഴെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവിൻ്റെ രക്തം നിങ്ങളിലേക്ക് തളിക്കപ്പെടട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ, ഈ ധ്യാനം എപ്പോഴെല്ലാം എവിടെയെല്ലാം വെച്ച് ആരെല്ലാം എന്നെല്ലാം കൂടുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ രക്തം പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ. ഈശോ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈശോ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈശോ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈശോ ഉള്ളംകാലും ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈശോ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദൈവികമായ ശക്തിയാൽ കർത്താവിൻ്റെ സൗഖ്യം നിറയട്ടെ. അസ്ഥികളിൽ കർത്താവ് സൗഖ്യം നിറയട്ടെ. പേശികളിൽ കർത്താവിന് സൗഖ്യം നിറയട്ടെ. എല്ലാം കർത്താവ് ഉള്ളംകാൽ ഉച്ചവരെ കർത്താവ് വിശുദ്ധ രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, വെരിക്കോസിൻ്റെ അസുഖങ്ങൾ, പുഴിനഖത്തെ അസുഖം പോലെ കർത്താവ് എല്ലാം കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചതെന്ന് പറഞ്ഞ കർത്താവെ, ആ വചന അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ രോഗങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്പോണ്ടിലോസിൻ്റെ കർത്താവ്, തകരാറുകൾ കർത്താവെ, ഈശോയെ മുടിക്കൊഴിയുന്ന കർത്താവ്, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ള കർത്താവ്, പല്ലിന് വേദനയുള്ളവർ, തൊണ്ടയ്ക്ക് വേദനയുള്ള, തൊണ്ടയ്ക്ക് വീക്കമുള്ളവർ കർത്താവ്, എല്ലാം കർത്താവ്, മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗമുള്ളൊരു കർത്താവ്, രക്തത്തിൽ വേറെ അണുക്കൾ കയറിയിട്ടുള്ള ഒരു കർത്താവ്, ഈശോയെ എല്ലാം സ്പർശിക്കണമേ കർത്താവ്. കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം അടിപ്പടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഇറങ്ങട്ടെ. അടിപ്പടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഇറങ്ങട്ടെ കർത്താവ്. മക്കളില്ലാത്തവർ, ബീജം ഉത്പാദിപ്പിക്കപ്പെടാത്തവർ, കൗണ്ട് ഇല്ലാത്തവർ, ബീജത്തിന് ഓട്ടമില്ലാത്തവർ, ഗർഭാശയം ചുരുങ്ങുന്നവർ, ഗർഭാശയം ഇടയുന്നവരെല്ലാം കർത്താവിനെ അടിവയറ്റ് കഴിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. കർത്താവ്, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് സ്പർശിക്കട്ടെ. ഈശോ മാരക രോഗികൾ കർത്താവ്, തീരെ വേദനയുള്ളൊരു കർത്താവ്, എപ്പിലെപ്സി രോഗമുള്ളൊരു കർത്താവ്, അത് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കണ്ണച്ചെറിയട്ടെ. കർത്താവിൻ്റെ കണ്ണച്ചെറിയത് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, നടുവ് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, പങ്ക്രിയാസ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, സ്പൈനൽ കോഡിന്റെ രോഗങ്ങൾ, യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ബ്രെയിൻ രോഗങ്ങൾ, കർത്താവ് ശ്വാസകോശ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, മുഴ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ടെസ്റ്റുകൾ എഴുതി നിൽക്കുന്നവരെ, വിസ പ്രോസസ് ഇരിക്കുന്നവരെ, വിസ റിജക്റ്റ് ചെയ്തവരെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരെ, പൈസ കുടുങ്ങിപ്പോയവര്, ഈ ദിവസങ്ങൾ ഇൻ്റർവ്യൂവിന് അഭിമുഖീകരിക്കാൻ പോകുന്നവർ, ഈ ദിവസങ്ങളിൽ യാത്രയ്ക്ക് പോകാൻ പോകുന്നവർ, വിൽക്കാത്ത വസ്തുക്കൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, കിട്ടാത്ത വഴികൾ, വെക്കാത്ത വീട് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വെള്ളമില്ലാത്ത കിണറുകൾ, ആരും ഒന്നും സഹായിക്കാനില്ലാത്തവർ, ആരും ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാനില്ലാത്തവർ, അതിൻ്റെ പേര് ദുഃഖം അനുഭവിക്കുന്നവർ, മരിച്ചുപോയ ആൾക്കാർ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് വേദനിക്കുന്നവർ,
അവരെല്ലാം സമർപ്പിച്ച് അഭിഷേകമാക്കുന്ന സമയമാണ്. എൻ്റെ മക്കളൊക്കെ കൈ ഇങ്ങനെ ഒന്നെങ്കിൽ നെഞ്ചിൽ വെക്കുക, അല്ലെങ്കിൽ ശിരസിൽ വെക്കുക, ഏതാണ് എളുപ്പമെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. ആ മേഖലയെല്ലാം നിങ്ങളുടെ മുഴുവൻ ജീവിത അവസ്ഥകൾ, കർത്താവിന് തിരുസ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പാട്ടത്തിന് താമസിക്കുന്നവർ, വാടക പോലും കൊടുക്കാൻ നിർവാഹമില്ലാതെ വിഷമിക്കുന്നവർ, പെൺമക്കളൊക്കെ വലുതായി വന്നിട്ട് അവർക്ക് ഒരു ഇടമില്ലാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, മാർഗമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടു പോയവർ, കേസിലകപ്പെട്ടവർ, ജയിലിലായിപ്പെട്ടുള്ളവർ, വിദേശങ്ങളിൽ ജയിലിലായിപ്പെട്ടുള്ളവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആശുപത്രി കിടക്കുന്നവർ, പല കാര്യങ്ങൾക്ക് സാമ്പത്തികമായ ബ്ലോക്കുകൾ, തടസ്സങ്ങളുള്ളവർ, ജപ്തി നടപടിയെ അഭിമുഖീകരിക്കാൻ പോകുന്നവർ, ജപ്തി നടപടി നടന്നു കഴിഞ്ഞു പക്ഷെ നടത്തിയെടുക്കാത്ത രീതിയിൽ ഇപ്പോഴും അതിൻ്റെ അകത്ത് താമസിച്ചിട്ട് എവിടെ പോകണമെന്ന് അറിയാൻ പറ്റാതെ അന്തം വിട്ട് നിൽക്കുന്നവർ, കുടുംബത്തിലുള്ള കലഹങ്ങൾ, ഭിന്നതകൾ, പരസ്പരമുള്ള വൈരാഗ്യങ്ങൾ കാരണം സ്വയം ശപിച്ച് കഴിയുന്നവർ, ചത്താലോ എന്ന് ചിന്തിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ വേദന അനുഭവിക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ തിരുസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശ്രുതികട്ടെ ഉന്നതമായ നാമത്തിൽ സ്വതന്ത്രം ചെയ്യുന്ന കർത്താവേ, ഓരോ മക്കളെ സ്പർശിക്കുന്ന കർത്താവേ, വ്യത്യസ്തങ്ങളായ ജീവിത അവസ്ഥകളിൽ വേദനിച്ച് കഴിയുന്നവരുടെ, തടസ്സങ്ങളുള്ളവരും ദോഷങ്ങളുള്ളവർ കർത്താവേ, ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളം 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ മാർഗരോഗങ്ങൾ, തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. മുട്ടനീക്കുക സമാപന ആശീർവാദം. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. അറിയിപ്പുകൾ. ഞായറാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ വന്ന് കഴിഞ്ഞ പ്രാവശ്യം വണ്ടി അപകടമൊക്കെ ഉണ്ടായി.
ഇപ്പോൾ ഞായറാഴ്ചകളിൽ ഒരിക്കലും ഉടമ്പടി ധ്യാനം ഉണ്ടാകത്തില്ലെന്ന് എപ്പോഴും അറിയിക്കുകയാണ്. ഉടമ്പടി ധ്യാനം ഇതുപോലെ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങനെ പരിശുദ്ധാത്മാവ് തോന്നിക്കേണ്ട ദിവസം, ഏത് ദിവസമെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ നാളെ തിങ്കളാഴ്ച, ഇഷ്ടമുള്ള ദിവസങ്ങളിൽ നടക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ധ്യാനം, ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി ധ്യാനത്തിൽ കൂടേണ്ടത് ഓൺലൈനാണ്, ഇവിടെ വന്നല്ല. ഓൺലൈനിൽ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം ഉണ്ടാകും. അതാണ് നിങ്ങൾ കൂടേണ്ടത്. അത് അരമണിക്കൂർ വെച്ച് കൂടണം, 2 മണിക്കൂർ ഉണ്ടാകും ധ്യാനം. ചിലർ ഒറ്റയടിക്ക് കൂടുന്നവരുണ്ട്, അത് നിങ്ങളുടെ സൗകര്യം പോലെ. പക്ഷേ ഉടമ്പടി എടുക്കുന്ന എല്ലാവരും അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ അവൻ പറയണ അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വചനം, ഉടമ്പടിയുടെ അപ്ഡേഷൻസ് എല്ലാം ഉണ്ടാകുന്നത് ഉടമ്പടിയിലാണ്. ഈ ധ്യാനം ആരാധനയാണ്. ആരാധനയിൽ നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ആരാധന നടത്തുന്നത് ഞായറാഴ്ച. അപ്പോൾ നിങ്ങളത് കൂടാതിരുന്നാൽ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടി നടത്തുന്ന ആരാധനയാണ് ഉടമ്പടി ആരാധന. അപ്പം അതുകൊണ്ട് ഉടമ്പടി കൂടുന്നവരും പുതുക്കുന്നവരും മസ്റ്റായിട്ട് അത് കൂടിയിരിക്കണം. അതാത് ആഴ്ചയിലുള്ളത്. അല്ലെ പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ കൂടിയില്ല പിന്നെ എന്ത് ചെയ്യും? പിന്നെ അതിന് ഉടമ്പടി നിങ്ങളിവിടെ കൊണ്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആരാധന കൂടി അതിനെ നിങ്ങളുടെ അപേക്ഷകളെ പുനഃസമർപ്പണം ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആരാധന കൂരേണ്ടതാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട്. ചൊവ്വ ടു ചൊവ്വയാണ് ഉടമ്പടി ധ്യാനം കൂടി തീർക്കേണ്ട സമയം. ഇരിക്കുക. രണ്ടാമത്തെ അറിയിപ്പ്, ആളുണ്ടെങ്കിൽ എല്ലാ ദിവസവും പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ഉണ്ടാകും. നമുക്ക് ഹോളിഡേ ഇല്ല, ഉള്ളത് ദുഃഖ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ദുഃഖ വെള്ളിയാഴ്ച വരുന്ന സാധാരണ ഇവിടെ ഹോളിഡേ വന്ന് ക്രിസ്മസിന് ഹോളിഡേ വരും, ആ ക്രിസ്മസ് ഡേ ഹോളിഡേ വരും. പിന്നെ വരുന്നത് വലിയ വ്യാഴാഴ്ച തൊട്ട് ഹോളിഡേ വരും. വലിയ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച പിന്നെയും വർക്കിംഗ് ഡേ ആണ്, ഉടമ്പടി എടുക്കാൻ പറ്റും. ഞായറാഴ്ച, അത്രയും സ്ഥലങ്ങളാണ് കൂടുതലായിട്ട്. ഞായറാഴ്ചയും പെരുന്നാളല്ലേ, പിന്നെ തിങ്കളാഴ്ച മുതലാണ് ഉടമ്പടി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ വർഷവും വ്യാഴം, വെള്ളി, ശനി, ഞായർ മാത്രമേ ആ ഒരു ദിവസം, പിന്നെ ക്രിസ്മസ് ഡേയും മാത്രമേ നമുക്ക് ഹോളിഡേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കണേ, ഇവിടുത്തെ സ്റ്റാഫും അങ്ങനെ അത് ഫോളോ ചെയ്ത സ്റ്റാഫാണ് പോണത്. അത് ഇവിടുത്തെ സ്റ്റാഫും ആ ടൈപ്പാണ്, ഫോളോ ചെയ്ത് പോകുന്നവരാണ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത്. ഒരു വർഷത്തിലൊരിക്കൽ പോലും പിന്നെ ലീവൊക്കെ കൊടുക്കും അവർ. കാര്യം ഏറ്റവും അത്യാവശ്യ കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അത്യാവശ്യത്തിന് അവർ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊക്കെ സ്റ്റാഫാകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കർത്താവിന് ചിലർ പറയില്ലേ, കർത്താവിന് എനിക്ക് 3 മാസം മാതാവിൻ്റെ അടുത്ത് വന്ന് ശുശ്രൂഷിക്കണമെന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്ക് ഞങ്ങൾ മരിയൻ അപ്പാരിഷൻ മിഷണർ എന്നും പറഞ്ഞൊരു ഭക്ത സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ പങ്കുചേർന്നിട്ട് 3 മാസം ഇവിടെ വന്ന് ശുശ്രൂഷിക്കാം. പുരുഷന്മാർക്ക് ഇവിടെ താമസിക്കാം, ലേഡീസിന് കോൺവെൻറ്റ് താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് അങ്ങനെ അത്യാവശ്യം ഉള്ളിൽ തോന്നുവേ, മാതാവിൻ്റെ അടുത്ത് കുറച്ച് ദിവസം കുറേ നാൾ വന്ന് ശുശ്രൂഷിക്കണമെന്ന് തോന്നിയാൽ അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് കിട്ടും, പിന്നെ ചെറിയൊരു സ്റ്റൈഫൻഡ് കിട്ടും. അതിന് അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 82 81 29 75 11. ഇനി അച്ഛനെ കാണാനുള്ള കാര്യം നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കണം. ഉടമ്പടി അച്ഛനെടുത്ത് കാണുന്നത് തമ്മിൽ എല്ലാ ദിവസവും ഞാൻ പറയും, ഉടമ്പടിയും അച്ഛനെ കാണാൻ തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ ഉടമ്പടി ചെയ്യാത്ത ആൾക്കാരെ ഞാൻ കാണാറില്ല. കാര്യം ഉടമ്പടി ചെയ്തവർ തന്നെ ലക്ഷക്കണക്കിനാണ്. പക്ഷേ അച്ഛനെ ആരാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഹെവി സീരിയസ് ആയിരിക്കണം വിഷയം, ടോപ്പ് അർജൻസിയുള്ള വിഷയം എല്ലാം കാണും. പക്ഷേ ഡേറ്റ് ബാറിൽ ഫ്രണ്ടിൽ ഇനി ഡേറ്റ് ഇല്ല, അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ കാണുന്നത്. ഫ്രണ്ടിൽ ഇനിയിപ്പോൾ ജപ്തി നടപടിയാണ് 18-ാം തീയതി, നമുക്ക് ഡേറ്റ് ഇല്ല, അപ്പോൾ അയാളെ കാണും. പരീക്ഷയാണ്, പ്രൊഫഷണൽസിനെ കാണും. ആ പരീക്ഷയാണ് അവർ ഇത്രയും നാൾ അവരിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്തത്. കുടുംബത്തിൻ്റെ 10-20 ലക്ഷം രൂപയാണ് ഒരു BSc നേഴ്സിനെ അല്ലെങ്കിൽ ഒരു എൻജിനീയറിനെ പഠിപ്പിച്ച് വെക്കുമ്പോൾ ആ കുടുംബത്തിന് ചിലവാകണത് 30 ലക്ഷം രൂപയാണ്. 30 തൊട്ട് 50 ലക്ഷം രൂപയാണ്. ഇവരെ ജനിപ്പിച്ച് വളർത്തിയത് തൊട്ട് നമ്മൾ ഈ നിപ്പിളൊക്കെ വാങ്ങിച്ച് കൊടുത്തില്ലേ, ആ ഗൈനക്കിനെ കാണാൻ പോണ സമയം മുതൽ
2 മാസം 1 മാസം പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്ന സമയത്ത് ഗൈനക്കിനൊക്കെ അമ്മ പോണ സമയം മുതൽ ഇവരെ ബിടെക് ആക്കണ വരെയുള്ള സമയം 50 ലക്ഷം രൂപ ചിലവാണ്. അപ്പം നിങ്ങൾ പോണവരൊക്കെ നോക്കണം, മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കരുതേ. ഞാൻ കണക്ക് പറയാൻ കാര്യം അതാ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ പറയണ സ്ഥലത്ത് പറഞ്ഞോളൂ. നിങ്ങൾ അവിടുന്ന് പണി മേടിക്കാതിരിക്കാനാണ് ഞാൻ പറയണത്. ഇപ്പം നിങ്ങളെ മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കരുത്. കുറേ പെണ്ണുങ്ങളൊക്കെ പ്രമാണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് കണ്ടവൻ്റെ കൂടെ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പെരിച്ചാഴികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കേരളം. അപ്പം അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ് നിങ്ങളെ രക്ഷപ്പെടുന്നത് എന്തിനാണ്? പലരും എന്നോട് വന്ന് പറയാച്ചാൽ എൻ്റെ തലയിലൊന്ന് നല്ലവണ്ണം പ്രാർത്ഥിക്കച്ചാ, ഞാൻ പോയി രക്ഷപ്പെട്ടിട്ട് വേണം അപ്പായുടെ ജോലിയൊക്കെ ഒന്ന് നിർത്താൻ. അപ്പ ഇപ്പോഴും ജോലി ചെയ്യുമ്പോൾ സങ്കടം വരുന്നത്. അതാണ് കറക്റ്റ്, അത് കറക്റ്റാണത്. അപ്പം ഞാൻ തണുക്കുക ബ്ലസ് ചെയ്യോളാം. അത് ബോധമുണ്ടല്ലോ ആ കൊച്ചിന്. മാതാപിതാക്കന്മാരുടെ വേദന കണ്ടല്ലേ വളർന്നത്. അപ്പം അങ്ങനെ പ്രൊഫഷൻസ് ആ രീതിയിൽ വേണം. ഞാനിവിടെ പ്രൊഫഷൻ എല്ലാ ദിവസവും സ്വീകരിക്കണം ആ ഒരു ഉദ്ദേശത്തിലാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അപ്പം നിങ്ങളെ പോയി രക്ഷപ്പെട്ട് അവരെ നിങ്ങൾ സന്ധിക്കണം. അപ്പം അതുകൊണ്ട് എല്ലാ പ്രൊഫഷൻസിനും എല്ലാ ദിവസവും പരീക്ഷ MOH അതുപോലെ PSC എല്ലാ എക്സാം പ്രൊഫഷണൽ എക്സാം ആര് വന്നാലും അവരന്ന് അച്ഛൻ കാണും. ഉടമ്പടി എടുത്തിരിക്കണം. ഉടമ്പടി വഴിയേ കാണത്തുള്ളൂ. അല്ല അമ്മയുടെ അപ്പൻ്റെ ഉടമ്പടി വിളിച്ചുകൊണ്ട് വരരുത് കേട്ടോ. ഞാൻ ചോദിക്കും ആരടി ഉടമ്പടി എടുത്തിരിക്കണം ചോദിക്കൂ. എനിക്ക് ആളെ ഫ്രോഡിനെ കാണാൻ പറയാൻ പറ്റുമല്ലോ. ആരടി ഉടമ്പടി എടുത്തിരിക്കണം? അത് അമ്മയാണ്. നിനക്ക് ഉടമ്പടിയായിട്ട് എന്താ ബന്ധം? നീ പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലുന്നുണ്ടോ? നീ പത്രങ്ങൾ കൊടുത്താ? നീ രോഗികളെ കാണാൻ പോയാൽ? അപ്പോൾ ഉടനെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും. ഉടനെ അമ്മ ഉണ്ടെന്ന് അമ്മയെ വിളിക്കും. കാര്യം ഉടമ്പടി അച്ഛനെ കാണാൻ വരുമ്പോൾ ആ ഉടമ്പടി എടുത്ത ആളുണ്ടാകണം. അല്ല അവിടെ ഉടമ്പടി അടിച്ചു മാറ്റിക്കൊണ്ട് വരരുത്. ഉടമ്പടി എടുത്ത ആളുണ്ടാകണം, കൂടെ ഉണ്ടാകണം. അവരുടെ കെയർ ഓഫിലേ കാണത്തുള്ളൂ. അല്ല ഉടമ്പടി പ്ലെയിനായിട്ട് വന്നാൽ കാണത്തില്ല. ഇപ്പം ഇന്നലെ കൊറോണത്തിന് പിടിച്ച് അപ്പോൾ ദൈവത്തിന് അമ്മമാരുണ്ടായിരുന്നു കൂടെ, അതുകൊണ്ട് ഭാഗ്യമായിപ്പോയി. അല്ലേ പറഞ്ഞു വിട്ടേനാ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഇവർക്ക് ഇനി പിന്നുള്ള രോഗികളെന്ന് പറയണത് ഇവരുടെ ഹോൾ ടിക്കറ്റ് ഉണ്ടാകണം കേട്ടോ. നിങ്ങളുടെ ഉടമ്പടിയുടെ പേപ്പർ അപ്ഡേഷൻ ഉണ്ടായാൽ മാത്രം പോരാ, ഹോൾ ടിക്കറ്റ് ഉണ്ടാകണം പരീക്ഷയുടെ. അത് ഈ മാസത്തെ അടുത്ത മാസമാണ് പരീക്ഷയ്ക്ക് അതിൻ്റെ ഹോൾ ടിക്കറ്റ് ഉണ്ടാകണം. അടുത്ത മാസത്താണ് കൊണ്ടുവന്നിരിക്കണതിന് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ പിന്നെയും നിങ്ങൾ ഇതിനു വേണ്ടി വരാൻ പറയത്തില്ല. കാര്യം ചിലർക്കൊക്കെ വണ്ടിക്കാശ 2000 രൂപ മുടക്കിലേ വരാൻ പറ്റത്തുള്ളൂ. വയനാടുകാരൊക്കെ വന്നത് 3000 രൂപ മുടക്കിലാണ്. പിന്നെയും നിങ്ങൾ അടുത്ത മാസം വരാൻ പറയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമൊക്കെ അപ്പം തന്നെ എടുത്ത് മാറ്റും. നിങ്ങളുടെ യാത്ര ദൂരം നോക്കും. ഞാൻ ദൂരം എവിടെ നിന്നാണ് വരാമെന്ന് ചോദിക്കും. അപ്പോൾ അത് ദൂരമാണെങ്കിൽ പിന്നെ പൈസ ചിലവാക്കാൻ പറ്റത്തില്ല. കാര്യം പകുതിയോളം കർഷകരാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാവില്ല ഒരു കർഷകന് ഒരു 3000 രൂപ കിട്ടണമെങ്കിൽ എന്ത് പാടാണെന്നറിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നോക്കിയേ ചെയ്യത്തുള്ളൂ. ഞാൻ ചോദിക്കും അപ്പം എന്നാ പരിപാടി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്ത് നോക്കിയേ ചെയ്യത്തുള്ളൂ, തെറ്റൊന്നും ചെയ്യത്തില്ല. പക്ഷേ നിങ്ങളുടെ രേഖ ഉണ്ടാകണം മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. രേഖ ഉണ്ടാകണം, പറയണ കാര്യം കറക്റ്റായിരിക്കണം, അതിന് നിങ്ങളുടെ രേഖ ഉണ്ടാകണം. അത്ര അച്ഛൻ ഉദ്ദേശിച്ചുള്ളൂ.